മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവനം നഷ്ടമായിട്ട് ഏതാണ്ട് മാസങ്ങളായി. ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ഫിഷറീസ് വകുപ്പിനോ സർക്കാരിനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എനിക്ക് പിന്നിൽ കാണുന്ന ആ മണൽ കൂമ്പാരമാണ്. ഈ കടലിനെയും കായലിനെയും ബന്ധിപ്പിക്കുന്ന പൊഴി യാഥാർത്ഥ്യമായില്ലെങ്കിൽ വലിയ നഷ്ടം മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകും. വലിയ പ്രശ്നങ്ങൾ ഇനി വരുന്ന മഴക്കാലത്തടക്കം ഉണ്ടാകും. അത് നേരിട്ട് അധികാരികളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് മാതൃഭൂമി ന്യൂസിൻ്റെ ഈ യാത്ര. വരുന്ന മഴക്കാലത്തിന് മുൻപ് പൊഴിയിലെ മണൽ പൂർണ്ണമായി നീക്കിയില്ല എങ്കിൽ കായലിൽ നിന്ന് വെള്ളം കടലിലേക്ക് ഇറങ്ങില്ല. അങ്ങനെ വന്നാൽ ചിറയൻകീഴ് താലൂക്കിലെ 8 പഞ്ചായത്തുകളിൽ വെള്ളം കയറും. ഒരു ദിവസം മഴ പെയ്താൽ നല്ലപോലെ കട്ടിക്ക് ഒരു ദിവസം മഴ പെയ്യുമെങ്കിൽ ഇത് മൊത്തം ഫുള്ളും വെള്ളമാകും. പിന്നെ ഇവർക്കൊന്നും വെളിയിൽ ഇറങ്ങാനോ എടുക്കാനോ ഒന്നും പറ്റില്ല. നമ്മളെ വയറ്റിൽ അടിച്ചുള്ള ഇതാണ് ഇവിടെ കാണിക്കുന്നത്, സർക്കാർ കാണിക്കുന്നത്. ഈ മണ്ണ് നീക്കി അല്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല. മത്സ്യത്തൊഴിലാളികളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷയുമാണ് യഥാർത്ഥത്തിൽ ഈ കായലിൽ ഇങ്ങനെ കിടക്കുന്നത്. കാരണം മീൻ പിടിക്കാൻ വേണ്ടി പോയ വള്ളങ്ങൾ ഇതുപോലെ എത്ര എണ്ണം ഈ കായലിലും കടലിലുമായി തകർന്നു കിടപ്പുണ്ടെന്ന് അറിയാമോ? പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ വയറ്റത്തടിച്ചിട്ടാണ് ഇപ്പോൾ ഈ കടലിൽ പോകാൻ പോലും പറ്റാതെ വള്ളങ്ങളെല്ലാം കരയ്ക്ക് അടുക്കി ഇട്ടിരിക്കുന്നത്. രാത്രി ഏതെങ്കിലും ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വീട്ടിനകത്ത് പെട്ടുക, അവിടെ തന്നെ കിടക്കും. ആൾക്കാർക്ക് ഒന്നും പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയാകും. ഇത് പൊഴി മുറിക്കാതെ ഇതൊന്നും നടക്കില്ല. ഇത് സർക്കാർ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അല്ല ഈ പാവങ്ങളെ കഞ്ഞിമുടി മുട്ടിച്ചിട്ടോ അല്ലെങ്കിൽ ഇത്രയും കായൽ കയറിയിട്ട് പോലും അവർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇതെന്തൊരു സർക്കാരാണോ എന്തോ ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ കായലരികത്ത് പല പ്രദേശങ്ങളിൽ ഇപ്പോൾ തന്നെ വെള്ളം കയറി തുടങ്ങിയിരിക്കുകയാണ്. ഈ ചിറയൻകീഴ് ഭാഗത്ത്, പ്രത്യേകിച്ച് പെരുമാതുറ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ചെറിയ രീതിയിൽ മാത്രമാണ് മഴ പെയ്യുന്നത്. പക്ഷേ ഇത് അങ്ങോട്ടേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ആ ഒരു പ്രദേശത്ത് അങ്ങോട്ട് ജനവാസ മേഖലയുള്ള സ്ഥലമാണ്. അങ്ങോട്ടേക്കൊക്കെ വെള്ളം വലിയ രീതിയിൽ തന്നെ കയറിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സർക്കാർ ഉദ്യോഗസ്ഥർ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തുന്നതിന് ഇന്നിവിടെ എത്തി. വലിയ പ്രതിഷേധമാണ് അവർക്ക് മുന്നിൽ സമരസമിതി ഉയർത്തിയത്. അതിനൊരു കാരണമേ ഉള്ളൂ. സർക്കാരിനോടുള്ള അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. അത് വീണ്ടെടുക്കണം. ഇവരുടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരവും വേണം. മുതലപ്പുഴയിൽ നിന്നും ടീം മാതൃഭൂമി ന്യൂസ്.